അടുത്ത മെത്തേഡ് ട്രാവേഴ്സിംഗ് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേയുടെ മൂന്നാമത്തെ മെത്തേഡാണ് ട്രാവേഴ്സിംഗ്. Traversing, this is main method of plane tabling and similar to that of compass or theodolite traversing. Traversing എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ടേബിളിലെ traversing കോമ്പസ് ട്രാവേഴ്സും തിയോഡലൈറ്റിലെ ട്രാവേഴ്സിനോട് സാമ്യമാണ്. അത് ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റണ്ണിങ് സർവേ ലൈൻസ് ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഓർ ഓപ്പൺ ട്രാവേഴ്സ്. അപ്പോൾ പ്ലെയിൻ ടേബിളിൽ ക്ലോസ്ഡ് ട്രാവേഴ്സും ഓപ്പൺ ട്രാവേഴ്സും ചെയ്യാം. കോമ്പസിൽ നിങ്ങൾ ചെയ്ത മാതിരി 4 or 5 സ്റ്റേഷൻസ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തും ചെയ്യാം. പിന്നെ എന്താണ് ഓപ്പൺ ട്രാവേഴ്സും ചെയ്യാൻ പറ്റും. അപ്പോൾ the details may be located by offset taken in the usual manner by the radiation or by intersection method of plane tabling. അപ്പോൾ ഡീറ്റെയിൽസ് എടുക്കുന്നത് ഓഫ്സെറ്റ് എടുക്കുന്നത് സാധാരണ രീതിയിൽ റേഡിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചോ പ്ലെയിൻ ടേബിളിൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻറ്റർ ചെയ്യാം. പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. സെലക്ട് ദ ട്രാവേഴ്സ് സ്റ്റേഷൻ എ ബി സി ഡി എക്സെട്ര ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എ ബി സി ഡി എന്ന് പറയുന്ന പോയിന്റുകൾ സെലക്ട് ചെയ്യുക. സെറ്റ് അപ്പ് ദ ടേബിൾ വൺ ഓഫ് ദം സേ എ സെലക്ട് എ പോയിന്റ് എ സ്യൂട്ടബ്ലി ഓൺ ദ ഷീറ്റ്. ഗ്രൗണ്ടിലെ എ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുപോയി ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം ഷീറ്റിലെ എ സെലക്ട് ചെയ്യണം. ഷീറ്റിലെ എ സെലക്ട് ചെയ്ത് ഷീറ്റിലെ എയും ഗ്രൗണ്ടിലെ എയും തമ്മിൽ വെർട്ടിക്കൽ ആയിരിക്കുക. മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് മെറിഡിയൻ ഓൺ ദ ടോപ്പ് കോർണർ ടു ദ ഷീറ്റ് ബൈ മീൻസ് ഓഫ് ദ ട്രഫ് കോമ്പസ്. ട്രഫ് കോമ്പസ് ഉപയോഗിച്ച് ഷീറ്റിന്റെ മേളിൽ എന്ത് ചെയ്യുക, നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. വിത്ത് ദ അൾഡേഡ് ടച്ചിങ് എ സൈറ്റ് ബി ആൻഡ് ഡ്രാ എ റേ. അൾഡേഡ് എയിൽ വച്ചതിന് ശേഷം ഗ്രൗണ്ടിലുള്ള ബി എ സൈറ്റ് ചെയ്ത് ഒരു റേ വരയ്ക്കുക. മെഷർ ദ ഡിസ്റ്റൻസ് എ ബി ആൻഡ് ദ സ്കെയിൽ ഓഫ് എ ബി. ഗ്രൗണ്ടിൽ നിന്നും എ ബി മെഷർ ചെയ്ത് ഷീറ്റിൽ ഏത് സ്കെയിലാണോ വരയ്ക്കുന്നത് ആ സ്കെയിൽ ഉപയോഗിച്ച് ഷീറ്റിലും എന്ത് ചെയ്യുക, എ വരയ്ക്കുക. Thus fixing out the position of B on the sheet which represent the station B on the ground. അപ്പോൾ ബിയിൽ നിന്ന് എന്താണ് ഷീറ്റിലെ ബിയുടെ പൊസിഷൻ കിട്ടുകയും ആ എ ബി ലൈൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ എ ബി ലൈനിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കൂടാതെ ഷീറ്റിലെ ബി ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഗ്രൗണ്ടിലുള്ള ബിയെ റെപ്രസെന്റ് ചെയ്യുന്നു. ലൊക്കേറ്റ് ദ നിയർ ബൈ ഡീറ്റെയിൽസ് by offset taken in usual manner or by radiation and distant objects by intersection method. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഓഫ്സെറ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ അതെന്താണ് റേഡിയേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ദൂരെയുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഇന്റർസെക്ഷൻ മെത്തേഡോ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഓഫ്സെറ്റ് എടുക്കുക. ഷിഫ്റ്റ് ദ ടേബിൾ ആൻഡ് സെറ്റ് ഇറ്റ് അറ്റ് ബി. ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്ത് ബിയിലേക്ക് കൊണ്ടുവരിക. വിത്ത് B over B and orient it by placing the aldehyde along BA, turning the table till the line of sight strikes A and then clamp it. Aldehyde എന്ത് ചെയ്യുക, ടേബിൾ കൊണ്ടുവന്ന് ബിയിൽ സെറ്റ് ചെയ്യുക. ഷീറ്റിലെ ബിയും ഗ്രൗണ്ടിലെ ബിയും തമ്മിൽ വെർട്ടിക്കൽ ആക്കുക, അതായത് സെൻറ്റർ ചെയ്യുക. അതിനുശേഷം ഓറിയന്റേഷൻ ചെയ്യണം. ഓറിയന്റേഷൻ ചെയ്യാൻ ബി എ ലൈനിൽ അൾഡൈഡ് വെച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന എയെ ബോഡി ടേൺ ചെയ്ത് എന്ത് ചെയ്യുക, എ സൈറ്റ് ചെയ്ത് ആ പൊസിഷനിൽ ബോഡി ക്ലാമ്പ് ചെയ്യുക. ക്ലാമ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അൾഡൈഡ് ബിയിൽ വെച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന അടുത്ത സ്റ്റേഷനായ സി എ സൈറ്റ് ചെയ്യുക. അടുത്ത സ്റ്റേഷനായ സി എ സൈറ്റ് ചെയ്യുക. ബി സൈറ്റ് സി ഡ്രാ എ റേ. സി എ സൈറ്റ് ചെയ്ത് റേ വരയ്ക്കുക. മെഷർ ദ ലൈൻ ബി സി ആൻഡ് കട്ട് ഓഫ് ബി സി ടു സ്കെയിൽ. എന്താണ്, സൈറ്റ് ചെയ്ത് റേ വരച്ച് എന്താണ് ഗ്രൗണ്ടിൽ നിന്ന് ബി സി ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഏത് സ്കെയിലാണോ വരച്ചത് ആ സ്കെയിൽ ഉപയോഗിച്ച് ഷീറ്റിൽ എന്ത് ചെയ്യുക, സിയുടെ പൊസിഷൻ കണ്ടെത്തുക. Locate the surrounding details as taken before in station B. സ്റ്റേഷൻ ബിയിൽ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒബ്ജക്റ്റിന് എടുക്കണമെങ്കിൽ അത് നേരത്തെ പറഞ്ഞ മാതിരി ചെയ്യുക.
Proceed similarly to the other station, in each case orienting by a backside before taking the forward side until all the remaining stations are plotted. ഈ പ്രൊസീജിയർ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്തു പോവുക. നമുക്ക് ലാസ്റ്റ് എത്രയാണോ സ്റ്റേഷൻസ് ഉള്ളത് അതുവരെയും ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്തു പോകണം. പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും എല്ലാ സ്റ്റേഷനിലും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഓറിയന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തിരിക്കണം. അപ്പോൾ അവസാനം എന്ത് ചെയ്യുക, എയിൽ വന്നിട്ട് ക്ലോസ് ചെയ്തു പറയാം. ഇവിടെ നോക്കിക്കോ, ഇപ്പോൾ സിയിൽ നിന്ന് എന്ത് ചെയ്തു, സിയില് ഡിയുടെ പൊസിഷൻ കിട്ടി, സിയിൽ ഇൻസ്ട്രുമെന്റ് ബിയിൽ നിന്ന് സിയുടെ പൊസിഷൻ കിട്ടി, ബിയിൽ നിന്ന് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തു, അടുത്ത് സിയിലേക്ക് കൊണ്ടുവന്നു. സിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം, ലെവൽ ചെയ്തു. ഗ്രൗണ്ടിലെ സിയും ഷീറ്റിലെ സിയും തമ്മിൽ വെർട്ടിക്കൽ ആവുക. അടുത്ത ഓറിയന്റേഷൻ ചെയ്യുക. ആൾട്ടയുടെ സി ബിയിൽ വെച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ബോർഡ് ലൂസ് ചെയ്ത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ബിയെ സൈറ്റ് ചെയ്യുക. ബിയെ സൈറ്റ് ചെയ്തതിനു ശേഷം ബോർഡ് ക്ലാമ്പ് ചെയ്ത് ആൾട്ടയുടെ വീണ്ടും സിയിൽ വെച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഡിയെ നോക്കി റേ വരയ്ക്കുക. റേ വരച്ച് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഏത് സ്കെയിലാണോ വരയ്ക്കുന്നത് ആ സ്കെയിലിലെ ഷീറ്റില് ഡിയുടെ പൊസിഷൻ കിട്ടും. അപ്പോൾ ഗ്രൗണ്ടിലെ സി ഡി ലൈനും ഷീറ്റിലെ സി ഡി ലൈനും കറക്റ്റ് പാരലൽ ആയിരിക്കും. ഇൻസ്ട്രുമെന്റ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യണം, ഡിയിലേക്ക് കൊണ്ടുവരിക. ഡിയിൽ കൊണ്ടുവന്ന് വെച്ച് സെൻട്രൽ ലെവലിൽ ചെയ്ത് ഇൻസ്ട്രുമെന്റ് എന്താണ് ഓറിയന്റ് ചെയ്യുക. സിയെ നോക്കി ഓറിയന്റ് ചെയ്യുക. ഓറിയന്റ് ചെയ്ത് ആൾട്ടയുടെ ഡിയിൽ വെച്ചിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്ന എയെ നോക്കുക. എയെ നോക്കി റേ വരയ്ക്കുക. ഓറിയന്റേഷൻ ചെയ്ത് നോക്കണം, റേ വരച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ സൈറ്റ് ചെയ്ത എയിൽ തന്നെയാണോ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഡിയിൽ നിന്ന് എ നോക്കി വരയ്ക്കുന്ന റേ വന്ന് കൂട്ടിമുട്ടുന്നു. അങ്ങനെ ക്ലോസ്ഡ് ട്രാവേഴ്സ് കിട്ടും. ഇനി ചെക്ക് ചെയ്യുക, ഇത് ചെയ്ത വർക്ക് ശരിയാണോ നോക്കണം. ഇന്റർമീഡിയറ്റ് ചെക്ക് ഷുഡ് ബി ടേക്കൺ വെനെവർ പോസിബിൾ. എന്തെങ്കിലും നമ്മൾ ചെയ്ത വർക്ക് ശരിയാണെന്ന് അറിയാൻ ഇന്റർമീഡിയറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് നോക്കേണ്ടത്, ഇഫ് എ ഈസ് വിസിബിൾ ഫ്രം സി the work done up to C can be checked by sighting A. നമ്മൾ സിയിൽ നിന്ന് നോക്കുമ്പോൾ എയെ കാണാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് സിയിൽ ആൾഡൈഡ് വെച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന എയെ നോക്കുക. With the aldehyde touching C and noting if the edge touches A. Similarly, other check lines DB, EC, etc. can be used to check the work. നമ്മൾ ചെയ്ത വർക്ക് എല്ലാം കറക്റ്റ് ആണെന്ന് അറിയാൻ ആൾഡൈഡ് ടിയിൽ വെച്ച് ബി എ സൈറ്റ് ചെയ്ത് നോക്കുക. മനസ്സിലായോ? ബി എ സൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് ഷീറ്റിലെ ബിയിലാണ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് എന്താണ്, കറക്റ്റ് ആണ്. When no other stations are visible from the station occupied, take some well-defined object such as corner of a building which has been previously fixed on the sheet and it should be used to check the work. അപ്പോൾ നമുക്ക് ഈ സ്റ്റേഷൻസ് തന്നെ എടുക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ കോർണർ പോയിന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് ട്രീസോ എന്തെങ്കിലും എടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത വർക്ക് ചെക്ക് ചെയ്തത് ശരിയാണോ എന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ ട്രാവേഴ്സിംഗ് മെത്തേഡ്, ദിസ് ഈസ് മെയിൻ മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ് ആൻഡ് സിമിലർ ടു ദാറ്റ് ഓഫ് കോമ്പസ് ഓർ തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ്. അപ്പോൾ പ്ലെയിൻ ടേബിളിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഏത്, ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഇത് ഏതുമാതിരി ചെയ്യുന്നത് പോലെ തന്നെ കോമ്പസിലെ ട്രാവേഴ്സ് അല്ലെങ്കിൽ തിയോഡലൈറ്റിലെ ട്രാവേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റണ്ണിങ് സർവേ ലൈൻസ് ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഓർ ഓപ്പൺ ട്രാവേഴ്സ്. അതായത് കുറേ ലൈൻസുകൾ തമ്മിൽ ലൈൻ ജോയിൻ ചെയ്ത് ഒന്നുകിൽ ക്ലോസ്ഡ് ട്രാവേഴ്സോ അല്ലെങ്കിൽ അതെന്താവാം ഓപ്പൺ ട്രാവേഴ്സോ. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്നതിനെ ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഓപ്പൺ ട്രാവേഴ്സ് ആണെങ്കിൽ എൻഡിങ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല, അത് എന്താണ് നമുക്ക് പൊക്കോണ്ടേയിരിക്കും. അതിനെയാണ് ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. The details may be located by offset taken in the usual manner by the radiation or by the intersection method. അപ്പോൾ intersection method of plane table. നമുക്ക് ഈ ട്രാവേഴ്സിൽ എന്തെങ്കിലും ഇൻറ്റീരിയർ ഡീറ്റെയിൽസ്, ചിലപ്പോൾ എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ അവിടെ റേഡിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചോ ആ ഡീറ്റെയിൽസ് എടുക്കുക.
ഇനി പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സെലക്ട് ദ ട്രാവേഴ്സ് സ്റ്റേഷൻ എ ബി സി ഡി എക്സെട്ര ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുക, എ ബി സി ഡി എന്ന് പറയുന്ന പോയിന്റുകൾ സെലക്ട് ചെയ്യുക. സെറ്റ് അപ്പ് ദ ടേബിൾ ഓവർ വൺ ഓഫ് ദം. സേ എ സെലക്ട് എ പോയിന്റ് എ സ്യൂട്ടബിളി ഓൺ ദ ഷീറ്റ്. ഗ്രൗണ്ടിലെ എയിൽ കൊണ്ടുപോയി പ്ലെയിൻ ടേബിൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് സെന്റർ ചെയ്തതിന് ശേഷം ഗ്രൗണ്ടിലെ എ എന്തിലോട്ട് മാറ്റുക, ഷീറ്റിലോട്ട് സെന്റർ ചെയ്യുക. അതായത് പരസ്പരം ഷീറ്റിലെ എയും ഗ്രൗണ്ടിലെ എയും വെർട്ടിക്കലായിരിക്കുക. ലെവൽ ആൻഡ് സെന്റർ ദ ടേബിൾ ഓവർ എ. മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് മെറിഡിയൻ ഓൺ ദ ടോപ്പ് കോർണർ ഓഫ് ദ ഷീറ്റ് ബൈ മീൻസ് ഓഫ് എ ട്രഫ് കോമ്പസ്. ട്രഫ് കോമ്പസ് ഉപയോഗിച്ച് എന്താണ് ഷീറ്റിന്റെ ടോപ്പ് കോർണറിൽ നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. വിത്ത് ദ അൾഡേഡ് ടച്ചിങ് എ സൈറ്റ് ബി ആൻഡ് ഡ്രാ എ റേ. എയിൽ അൾഡേഡ് വെച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ബി എ നോക്കി റേ വരയ്ക്കുക. റേ വരച്ചതിന് ശേഷം എന്താണ് എ ബിയുടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഗ്രൗണ്ടിൽ ഷീറ്റിലെ എ ബിയിൽ അത് ഏത് സ്കെയിലാണോ നമ്മൾ വരയ്ക്കുന്നത് ആ സ്കെയിൽ ഉപയോഗിച്ച് ഷീറ്റിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ബിയുടെ പൊസിഷൻ കിട്ടും. ബിയുടെ പൊസിഷൻ എന്താണ് ഗ്രൗണ്ടിലെ ബിയെ റെപ്രസെന്റ് ചെയ്യുന്നു. ലൊക്കേറ്റ് ദ നിയർ ഡീറ്റെയിൽസ്. അവിടെ നിന്ന് എയിൽ നിന്ന് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എടുക്കണം, അല്ലെങ്കിൽ ബിയിൽ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് എയിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി റെഡിഷനോ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ മെത്തേഡോ ഉപയോഗിച്ച് ചെയ്യുക. ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് ബിയിലേക്ക് കൊണ്ടുവരിക. ബിയിൽ കൊണ്ടുവന്ന് വെച്ച് എന്താണ് ലെവലും സെന്ററിങ്ങും ഓറിയന്റേഷനും ചെയ്യണം. ടേബിൾ കൊണ്ടുവച്ച് ലെവലാക്കിയതിന് ശേഷം എന്താണ് ആൾഡേഡ് ബിയിൽ വെച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ബോർഡ് ലൂസ് ചെയ്ത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന എയെ സൈറ്റ് ചെയ്യുക. ആ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓറിയന്റേഷൻ ചെയ്തതിന് ശേഷം ബോർഡ് ആ പൊസിഷനിൽ തന്നെ ക്ലാമ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഷീറ്റിലെ ബി എ ലൈനും ഗ്രൗണ്ടിലെ ബി എ ലൈനും പരസ്പരം പാരലായി എന്നാണ് ഓറിയന്റേഷൻ ചെയ്തതുകൊണ്ട്. ഇത് ഓറിയന്റേഷൻ ബൈ ബാക്ക് സൈറ്റിംഗ് മെത്തേഡാണ്. ഇനി ആൾഡേഡ് എന്ത് ചെയ്യുക, ബിയിൽ വെച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന സി എ നോക്കി റേ വരയ്ക്കുക. റേ വരച്ച് ഗ്രൗണ്ടിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് ഏത് സ്കെയിലാണോ വരയ്ക്കുന്നത് ആ സ്കെയിലിൽ ഷീറ്റിൽ എന്ത് ചെയ്യുക, സിയുടെ പൊസിഷൻ കണ്ടെത്തുക. സിയുടെ പൊസിഷൻ കണ്ടെത്തിയതിന് ശേഷം എന്താണ് ഇവിടെ നിന്ന് ഇൻസ്ട്രുമെന്റ് ബിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് സിയിലേക്ക് പോവുക. ഈ പ്രോസസ്സ് എന്ത് ചെയ്യുക, എത്രയാണോ സ്റ്റേഷൻസ് എടുത്തിട്ടുള്ളത് അതുവരെയും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ അവിടെ ഓർക്കേണ്ട കാര്യം എല്ലാ സ്റ്റേഷനിലും കൊണ്ടുവച്ചിട്ട് മുമ്പ് ചെയ്ത സ്റ്റേഷനെ നോക്കി ടേബിൾ എന്ത് ചെയ്യുക, ഓറിയന്റേഷൻ ചെയ്യുക. അതാണ് ഈ ട്രാവേഴ്സിംഗ് മെത്തേഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഏതെങ്കിലും നമ്മൾ ചെയ്ത വർക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഇപ്പോൾ എയിൽ കൊണ്ട് വെച്ചിട്ട് എന്താണ് സിയെ നോക്കുക. സിയെ നോക്കി ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ എടുക്കുകയാണെങ്കിൽ ആ ഷീറ്റിലെ സിയിൽ തന്നെ ആ ലൈൻ വരികയാണെങ്കിൽ ചെക്ക് ചെയ്യുമ്പോൾ ആ ലൈൻ വരികയാണെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് എന്താണ്, കറക്റ്റ് ആണ്.